നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീനിവാസനും കടന്നുപോയി. കേരളത്തിലെ ഓരോ മാതാപിതാക്കളും ഹൃദയം കൊണ്ട് ചേർത്ത് വെക്കേണ്ട വലിയൊരു കഥ കൂടി പറഞ്ഞാണ് ശ്രീനിവാസൻ നമുക്കിടയിൽ നിന്ന് കടന്നു പോകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സിനിമാ കഥയല്ല, അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കേരളത്തിന് പറഞ്ഞു തന്ന ഒരു വലിയ കഥ. കുടുംബം മക്കളെ ചേർത്തു പിടിക്കുന്ന ഒരച്ഛൻ്റെ കഥയാണ്. സ്നേഹത്തോടെ ഭാര്യയെ ചേർത്തു നിർത്തുന്ന ഭർത്താവിൻ്റെ കഥയാണ്. കലഹിച്ചിറങ്ങുന്ന മക്കളെ പിന്നീട് ചേർത്തണയ്ക്കുന്ന പിതാവിൻ്റെ പിതൃസ്നേഹത്തിൻ്റെ കഥയാണ്. കഴിഞ്ഞ 2 ദിവസം കണ്ണീരോടെ കേരളം ഒരു കാഴ്ച നോക്കി നിന്നു. പിതാവിൻ്റെ മൃതദേഹ പേടകത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന 2 യുവാക്കളെ. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും നമ്മെ ഒരുപാട് കരയിപ്പിച്ചു. തങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായ പിതാവ് ഈ ഭൂമിയിൽ നിന്നും തങ്ങളെ വിട്ടുപോകുന്ന ആ വൈകാരിക നിമിഷങ്ങൾ. ഒരുപാട് കഥകൾ, ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഈ കരച്ചിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ശ്രീനിവാസൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തലമുറയിലെ ഒട്ടനവധി പ്രമുഖർ കുടുംബത്തെ ചേർത്തു പിടിച്ചാണ് നമുക്കൊരു മാതൃക പറഞ്ഞു തന്നത്. ഒരുപക്ഷെ മമ്മൂട്ടിയാവും കുടുംബ ബന്ധങ്ങളുടെ ഇഴയെടുപ്പം ഏറ്റവും അധികം മലയാളികളെ ബോധ്യപ്പെടുത്തിയത്. അത് പിന്നീട് നമ്മൾ മോഹൻലാലിലൂടെ മറ്റ് പല പ്രമുഖരിലൂടെയും കണ്ടു. ശ്രീനിവാസനും നമുക്ക് കാട്ടിത്തന്നത് അത്തരമൊരു ഉദാത്ത മാതൃകയാണ്. കുടുംബം, ഭാര്യ, ഇത്തരം വലിയ മൂല്യങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ഹരീഷ് പേരടി ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: ഈ മക്കളുടെ പൊട്ടിക്കരച്ചിലിൽ വലിയ രാഷ്ട്രീയമുണ്ട്. ഒരച്ഛൻ മക്കൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ രാഷ്ട്രീയം. ജീവിക്കുന്ന കാലത്ത് മക്കളെ തൻ്റെ ഇഷ്ടങ്ങളുടെ അടിമകളാക്കാതെ തന്നോട് തർക്കിക്കാനും വിയോജിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന രാഷ്ട്രീയം. അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ സ്വാതന്ത്ര്യം രുചിച്ച മക്കൾ ഇങ്ങനെ പൊട്ടിക്കരയും. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് എനിക്ക് രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കാൻ അവസരം തന്ന എന്നേക്കാൾ 46 വയസ്സ് വ്യത്യാസമുള്ള എൻ്റെ അച്ഛൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ഞാൻ പൊട്ടി കരഞ്ഞിരുന്നു. ഇഷ്ടപ്പെട്ട നാടകം കളിച്ച് ജീവിക്കാൻ കാവൽ നിന്ന, ഒരു വരുമാനവുമില്ലാത്ത കാലത്ത് അന്യജാതിയിൽപ്പെട്ട ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവളെ വിളക്കും താലവും എടുത്ത് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ കുളൂർ മാഷിയും മധുമാഷിയും സുധാകരേട്ടനെയും കെട്ടിപ്പിടിച്ച് ആർത്താർത്ത് കരഞ്ഞിരുന്നു. ആ സ്വാതന്ത്ര്യത്തിൻ്റെ കണ്ണീരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വേരുകൾക്ക് ആത്മബലം നൽകുന്നത്. ഉറക്കെ കരയുക, സ്വതന്ത്രരാകുക. അച്ഛൻ്റെ ചിതിയിലേക്ക് തീ പകരുന്നതിന് തൊട്ടുമുൻപ് ധ്യാൻ ശ്രീനിവാസൻ സത്യനന്ദിക്കാടിനടുക്കലെത്തി. ഒരു വെള്ളക്കടലാസും പേനയും. അത് സത്യനങ്ങളെ ഏൽപ്പിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ. ആ വെള്ളക്കടലാസും പേനയും ചിതിയിൽ വയ്ക്കണം. അച്ഛൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടന്ന പേന. എപ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ ഒരു വെള്ളക്കടലാസ് ഉണ്ടായിരുന്നു. മനസ്സിൽ തോന്നുന്ന ഡയലോഗുകൾ അദ്ദേഹം അതിൽ കുറിച്ചിടും. അക്ഷരങ്ങൾ കൊണ്ട് മലയാളിയെ ആസ്വാദനത്തിൻ്റെ മറ്റൊരു ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ സ്വന്തം അച്ഛന് ഇതിൽ പരം എന്താദരവാണ് സ്നേഹം പകർന്നു നൽകുന്ന ഒരു മകൻ നൽകേണ്ടത്. പേപ്പറും പേനയും കൊണ്ടുവന്നപ്പോൾ ധ്യാൻ സത്യനന്ദിക്കാടിനോട് പറഞ്ഞു, അങ്കിൾ, ഇതിലെന്തെങ്കിലും ഒന്ന് എഴുതണം. കരഞ്ഞു കലങ്ങിയ മനസ്സ്, വിറയ്ക്കുന്ന കൈകളോടെ സത്യനന്ദിക്കാട് പേപ്പറിൽ കുറിച്ചു, എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. അടുത്ത നിമിഷം തന്നെ ശ്രീനിവാസനൊപ്പം ആ അക്ഷരങ്ങളും അഗ്നിയിൽ മറഞ്ഞു. പെട്ടെന്നാണ് ധ്യാൻ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞത്. ഞാൻ ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. എന്താണ് എഴുതുക? തിരക്കഥ എഴുതാനിരിക്കുമ്പോൾ ശ്രീനി പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. നമുക്ക് വേണ്ടിയല്ല സംഭാഷണങ്ങൾ എഴുതുന്നത്, കഥാപാത്രങ്ങൾക്ക് വേണ്ടി. ഇവിടെ ശ്രീനിയാണ് കഥാപാത്രം, ശ്രീനിയാണ് പോകുന്നത്. ഭൂമിയിലെ അന്ത്യനിമിഷത്തിൽ എല്ലാവർക്കും നന്മ നേരുകയല്ലാതെ നമുക്ക് മറ്റെന്താണ് പറയാൻ കഴിയുക? ഇങ്ങനെ തന്നെയാവും ശ്രീനി പറയുക എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം സന്ദർഭമറിയാതെ ശ്രീനി ഇന്നേ വരെ ഒരു വരി പോലും എഴുതി ചേർത്തിട്ടില്ല. സത്യനന്ദിക്കാട് ഇത് പറയുമ്പോൾ മലയാളികൾ ശ്രീനിവാസൻ എന്ന മനുഷ്യനെ ഹൃദയത്തോട് ഒരുപാട് അടുപ്പിച്ചു പിടിക്കുന്നു. മറുവശത്ത് ധ്യാൻ ശ്രീനിവാസൻ മറ്റൊരു കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മക്കളെക്കുറിച്ച് അധിക മോഹമൊന്നും ആ പിതാവിനുണ്ടായിരുന്നില്ല. പക്ഷേ സിനിമയുടെ ലോകം എന്നും റിസ്ക് പിടിച്ചതാണ് എന്ന് മക്കളെ ശ്രീനിവാസൻ ഓർമ്മപ്പെടുത്തി. സിനിമയിൽ വളർന്നു വരികയൊക്കെ ഭാഗ്യമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വിനീത് ശ്രീനിവാസനെ ചേർത്തു. എന്നാൽ പഠനത്തിൽ തുടരാൻ വിനീതിന് താല്പര്യമില്ല. ജഗദീഷിനോട് ശ്രീനിവാസൻ പറഞ്ഞു, വിനീതിനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം. വിനീതിനിപ്പോൾ പഠനത്തിലല്ല, സിനിമയിലാണ് താല്പര്യം. തുടർന്ന് അച്ഛൻ്റെ ആഗ്രഹം ജഗദീഷ് വിനീതിനെ വിളിച്ചു പറയുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്ന് പഠിച്ച് പൂർത്തിയാക്കുക, അതിൽ നല്ല വിജയമൊക്കെ കൈവരിക്കുക, പിന്നീട് സിനിമയിലേക്ക് കടക്കാമല്ലോ. അച്ഛൻ്റെ ആഗ്രഹം അതാണെന്ന് മനസ്സിലാക്കി വിനീത് നന്നായി പഠിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നല്ല മാർക്കോടെ പാസ്സായി. പിന്നീട് വിനീത് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നു. ധ്യാൻ ശ്രീനിവാസനും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ പഠനത്തിൽ ഒട്ടും താല്പര്യമില്ല.
അച്ഛൻ്റെ മനസ്സ് നിറയെ ധ്യാൻ ഒരു ഡിഗ്രിയൊക്കെ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിൽ നട്ടെല്ലുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ്. സിനിമയൊക്കെ പിന്നീടല്ലേ എന്ന് ധ്യാനിനോടും ശ്രീനിവാസൻ പറഞ്ഞു. തികച്ചും ഒരു സിനിമാറ്റിക് ജീവിതമായിരുന്നു ധ്യാനിൻ്റേത്. പഠനത്തിൽ ഒരു താല്പര്യവുമില്ല. ഇക്കാര്യം പറഞ്ഞ് അച്ഛനുമായി ഒന്നുടക്കി. പിന്നീട് മദ്യപാനം, സിന്തറ്റിക് ലഹരി ഉൾപ്പെടെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ലോകത്തേക്ക് ധ്യാൻ വീണു. ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് താൻ ലഹരി ഉപയോഗിച്ചിരുന്നത് എന്ന് ധ്യാൻ തൻ്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ഞാൻ പൂർണ്ണമായും നശിച്ചു പോകുമെന്നാണ് തൻ്റെ കുടുംബം കരുതിയിരുന്നത് എന്ന് ധ്യാൻ പറഞ്ഞു. ഇതിൻ്റെ പേരിൽ അച്ഛനുമായി ഉടക്കി. ഒടുവിൽ ശ്രീനിവാസൻ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. അന്ന് അസുഖം തുടങ്ങിയ കാലഘട്ടമായിരുന്നു ശ്രീനിവാസന്. മദ്യപിച്ച് അച്ഛനെ ചീത്ത വിളിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു. അതേ ധ്യാൻ തന്നെ പിന്നീട് ശ്രീനിവാസന്റെ മൃതദേഹ പെട്ടകത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യം നമുക്ക് മറ്റൊരുപാട് കഥകളാണ് പറഞ്ഞു തരുന്നത്. ധൂർത്തപുത്രനെ പോലെ ഇറങ്ങിപ്പോയ ധ്യാൻ ശ്രീനിവാസനെ പിന്നീട് ഹൃദയത്തോടടുപ്പിച്ച് ചേർത്തു പിടിച്ച് ഒരുപാട് തിരുത്തലുകൾ വരുത്തിയ ആ പിതാവിൻ്റെ കഥ കൂടി നമ്മൾ അറിയണം. വീട്ടിൽ നിന്നും പുറത്തായതിനു ശേഷം തനിക്ക് ബോധം വന്നുവെന്നും അന്നാണ് താൻ എത്രമാത്രം പടുകുഴിയിൽ വീണത് മനസ്സിലാക്കിയതെന്നും ധ്യാൻ പറയുന്നു. പല സ്കൂളുകളിൽ നിന്നും തന്നെ മാറ്റി. എല്ലാ സ്ഥലങ്ങളിലും നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. 2013 ശേഷം മദ്യപാനം തുടങ്ങി. 2018 ലഹരി മരുന്നിൻ്റെ ആ മായിക ലോകത്തേക്കും 2018 കാലഘട്ടത്തിൽ ശ്രീനിവാസൻ തൻ്റെ വിധിയുമായി പൊരുതാൻ തുടങ്ങിയിരുന്നു. മദ്യവും സിന്തറ്റിക് മയക്കുമരുന്നുമൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ അച്ഛനുമായി പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് ധ്യാൻ പറയുന്നു. പൂർണ്ണമായും ഒറ്റപ്പെടലിൻ്റെ ലോകത്തേക്ക് പിന്നീട് താൻ വീണു. അപ്പോഴാണ് അച്ഛൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞത്. അത് വല്ലാത്തൊരനുഭവമായിരുന്നുവെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. ലഹരിയുടെ ലോകത്ത് നിന്ന് പിന്നീട് തനിക്ക് മുക്തനാകാൻ കഴിഞ്ഞത് ശ്രീനിവാസൻ എന്ന പിതാവിൻ്റെ സ്നേഹം അത് തിരിച്ചറിഞ്ഞപ്പോഴാണ്. ഒരു പിതാവിൻ്റെ സ്നേഹത്തിന് മക്കളെ ലഹരിയുടെ ലോകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ധ്യാൻ ശ്രീനിവാസൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു, കാണിച്ചു തരുന്നു. ആ സ്നേഹത്തിന് മുന്നിൽ കുനിഞ്ഞിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ ഇന്നലെ പിണറായി വിജയൻ തൻ്റെ അടുക്കൽ വന്നതുപോലും അറിഞ്ഞു കാണില്ല. കാരണം അദ്ദേഹം അത്രയേറെ ആഴത്തിൽ ഹൃദയം കൊണ്ട് നൂലിഴ ചേർത്തിരുന്നു തൻ്റെ പിതാവുമായി. ശ്രീനിവാസൻ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ടും ധ്യാൻ ശ്രീനിവാസൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ മര്യാദ കാട്ടിയില്ല എന്നാണ് ചിലർ അദ്ദേഹത്തെ പരിഹസിക്കുന്നത്, വിമർശിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ ചെയ്തതാണ് ശരിയെന്ന് സമൂഹ മാധ്യമങ്ങൾ. സ്വന്തം അച്ഛൻ്റെ ചേതനയറ്റ മൃതദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ലോകത്ത് മറ്റൊന്നും അതിന് പകരമായില്ല. മറ്റൊരു ബഹുമാനവും അദ്ദേഹത്തിന് അതിന് പകരമായി നൽകേണ്ടതില്ല. അത്രയേറെ ആഴത്തിൽ അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ പിതാവിൻ്റെയും മകൻ്റെയും സ്നേഹം. കൂടെയുള്ളപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ ധൈര്യമില്ലാതെ പോകുന്ന ആയിരക്കണക്കിന് ആത്മക്കളുടെ പ്രതിനിധിയായി നമുക്ക് തോന്നിയേക്കാം ധ്യാൻ ശ്രീനിവാസൻ എന്ന ഈ യുവാവിൻ്റെ കാര്യത്തിലും. അച്ഛൻ്റെ കൈപിടിച്ച് നടന്ന, അച്ഛൻ്റെ നെഞ്ചിൽ മാത്രം ഉറങ്ങിയിരുന്ന ബാല്യത്തിൽ നിന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പോലും മടിക്കുന്ന കൗമാരകാലവും യൗവനത്തിൻ്റെ തുടക്കവും. ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കുള്ള ഈ ദൂരം വളരെ വലുതാണ്. ആ ദൂരത്തിനിടയിൽ പലപ്പോഴും മക്കൾക്ക് നഷ്ടപ്പെടുന്നതാണ് പിതാവും മകനും തമ്മിലുള്ള നൂലിഴ ബന്ധം. ചിലരൊക്കെ ചോദിക്കും, ജീവിച്ചിരുന്നപ്പോൾ കാട്ടാത്ത സ്നേഹം എന്തിന് മരിച്ചപ്പോൾ നിങ്ങൾ അച്ഛനോട് കാട്ടുന്നുവെന്ന്. മരിച്ചു കഴിഞ്ഞ് കരഞ്ഞു തീർത്തിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അത് പ്രകടിപ്പിക്കാൻ പലരും പലപ്പോഴും മറന്നുപോകുന്നു. പലപ്പോഴും സ്വന്തം പരാജയങ്ങളാവും പിതാവിൽ നിന്ന് മക്കളെ അകറ്റുന്നത്, പ്രത്യേകിച്ച് ആൺമക്കളെ. ഒരിക്കലെങ്കിലും ജീവിതത്തിലൊന്ന് വിജയിച്ച് കാണിച്ച് അച്ഛൻ്റെ നെഞ്ചിൽ ചെന്ന് തലയമർത്തി ഞാൻ ജയിച്ചു വച്ച എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൺമക്കളുണ്ട്. അച്ഛൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് താൻ ഉയർന്നില്ല എന്ന കുറ്റബോധമാവാം ചിലർക്ക്. കുടുംബത്തിലെ മറ്റു മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ജീവിത വിജയങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങി അവർ ഏറ്റവും ഉന്നതിയിലേക്ക് കടക്കുമ്പോൾ താൻ ഇപ്പോഴും പരാജയത്തിൻ്റെ കയ്പ് നീർ കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തൻ്റെ അച്ഛന് തന്നെക്കുറിച്ചുള്ള സ്ഥാനം എത്രമാത്രം താഴെയായിരിക്കുമെന്നൊക്കെ ഈ ആൺമക്കൾ കരുതും. അച്ഛന് താനൊരു ബാധ്യതയാണോ എന്ന് പോലും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒട്ടനവധി ആൺകുട്ടികളുണ്ട്. ഒന്നുകിൽ ഞാൻ ജീവിതത്തിലൊന്ന് വിജയിക്കട്ടെ, ഞാൻ ആരെങ്കിലുമൊക്കെ ആയിത്തീരട്ടെ, എന്നിട്ട് അച്ഛൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു ചെല്ലും. ആ നെഞ്ചിൽ ധൈര്യത്തോടെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എന്ന് കരുതുന്നവർ ഒരുപാടുണ്ട്. പക്ഷേ അപ്പോഴേക്ക് നിങ്ങൾ ഏറെ വൈകിയിരിക്കും. പരാജയത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാനാവും നിങ്ങളുടെ പിതാവ് ആഗ്രഹിക്കുന്നത്. ആഗ്രഹം പിതാവിൻ്റെ മനസ്സിൽ കിടന്നുറങ്ങി ഒന്നുമല്ലാതായിത്തീരും. എന്നെങ്കിലും ഒരിക്കൽ പരാജയപ്പെട്ട മകനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന പിതാവിൻ്റെ മനസ്സിൽ മറ്റു ചില ചിന്തകളും കടന്നുകൂടും.
ഞാൻ അങ്ങനെ അവനെ ചേർത്ത് പിടിച്ചാൽ അവൻ വിജയിച്ചില്ലെങ്കിലോ? ധ്യാൻ അച്ഛനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അതെൻ്റെ അച്ഛനാണ്. അയാൾ കഴിഞ്ഞേ എനിക്കെന്തുമുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയാവാം ഇന്നലെ പിണറായി വിജയനെ കണ്ടിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആ മനസ്സ് പറയാത്തത്. എന്നാൽ തൻ്റെ മനസ്സിൻ്റെ ഭാവം അച്ഛൻ്റെ മുഖത്ത് നോക്കി ധ്യാൻ ശ്രീനിവാസൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കുക വയ്യ. ജീവിച്ചിരുന്നപ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു മുത്തമായ അവൻ അങ്ങനെ തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്നതും സംശയമാണ്. നാളെയാകാം, മറ്റന്നാളാകാം, അടുത്ത വർഷമാകാം എന്നൊക്കെ കരുതുന്ന ആൺമക്കൾ തീർച്ചയായും തൻ്റെ അച്ഛൻ്റെ ചേതനയേറ്റ മൃതദേഹം ഒരിക്കൽ മുന്നിൽ കിടക്കുമ്പോൾ ചിന്തിക്കും, അച്ഛൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് മുഖമൊന്ന് അമർത്തി എന്തുകൊണ്ട് താൻ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന്. കാലം ഒന്നിനും കാത്തു നിൽക്കില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിൻ്റെ താളക്രമങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോഴിതാ ഒരു ചില്ലുകൂടിൻ്റെ അകലത്തിലിരുന്ന് നമ്മൾ ആ പേടകത്തെ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. ആ ചില്ലുകൂടിൻ്റെ അടിയിൽ നിസ്സംഗതയോടെ നിശ്ചലമായി കിടക്കുന്ന ദേഹം എല്ലാം മനസ്സിലാക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ചില്ലുകൂടിന് ചുറ്റും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സുപ്രിയ മേനോൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ, എവിടെ നോക്കിയാലും ക്യാമറകളും മൊബൈൽ ഫോണുകളും മാത്രം, കോണുകളിൽ നിന്ന് സെൽഫി എടുക്കുന്നവർ. പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കണം. ദുഃഖമെന്നത് വ്യക്തിപരമായ ഒന്നാണെന്നും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും സുപ്രിയ മേനോൻ കുറിച്ചു. പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തിൽ ശാന്തമായി ഒന്ന് വിലപിക്കാൻ പോലും കഴിയാത്ത വിധം ഒരു കുടുംബം ശ്വാസം മുട്ടുന്നത് കാണുന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്. എവിടെ നോക്കിയാലും ക്യാമറകളും മൊബൈൽ ഫോണുകളും മാത്രം. കോണുകളിൽ നിന്ന് സെൽഫി എടുക്കുന്നവർ, വിലാപയാത്രയിലേക്ക് എത്തുന്ന സിനിമാ താരങ്ങളെ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നവർ. മരിച്ചുപോയവർക്കും അവർ ബാക്കി വെച്ചു പോയവർക്കും കുറച്ചുകൂടി മര്യാദ നമ്മൾ നൽകേണ്ടതല്ലേ? ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വെറുമൊരു കാഴ്ചയായി മാറിയിരിക്കുന്നു. ജീവിതത്തിൽ മക്കളെയും ഭാര്യയെയും ഒക്കെ ചേർത്ത് പിടിച്ച ശ്രീനിവാസൻ ആ വലിയൊരു കഥ നമുക്ക് പറഞ്ഞു തന്നാണ് കടന്നു പോകുന്നത്. കുടുംബമാണ് ഏറ്റവും വലുത്. കടുത്ത മദ്യപാനിയും ചെയിൻ സ്മോക്കറുമായിരുന്നു ശ്രീനിവാസൻ. തൻ്റെ ചിരികൾക്കും ചിന്തകൾക്കുമിടയിൽ പലപ്പോഴും ഈ സത്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. എങ്കിലും ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, നമ്മളൊക്കെ മനുഷ്യരല്ലേ, എല്ലാ വികാരങ്ങളും വിചാരങ്ങളുമുള്ള മനുഷ്യർ. മലയാള സിനിമാ ലോകത്ത് നമ്മൾ മറ്റൊരു അത്ഭുതം കൂടി മിക്കവാറും കാണാറുണ്ട്. പഴയകാല നടന്മാരും സംവിധായകരുമൊക്കെ സഹോദരങ്ങൾ എന്നതുപോലെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാഴ്ച. അവർക്കിടയിലുള്ള സൗഹൃദത്തിൻ്റെ ആഴവും വ്യാപ്തിയുമൊക്കെ തിരിച്ചറിയുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. എന്നാൽ അതിലപ്പുറം മറ്റൊരു മാജിക്ക് കൂടി അവരുടെ ജീവിതത്തിലുണ്ട്. അവരുടെയൊക്കെ മക്കൾ, അവർക്കിടയിലുള്ള ബന്ധം പലപ്പോഴും സഹോദരതുല്യമായ ബന്ധമാണ് അവർ മനസ്സിൽ സൂക്ഷിക്കുന്നത്. വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും തമ്മിലുള്ള ബന്ധം, അനൂപ് സത്യനും വിനീത് ശ്രീനിവാസനും ഒക്കെ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ഒരിഴയെടുപ്പം എന്നതുപോലെ നെയ്തെടുക്കാൻ കഴിഞ്ഞത് ആ പിതാക്കളുടെ പരസ്പര ബന്ധത്തിൻ്റെ പൂരകത്തിലാണ്. അതുകൊണ്ട് തന്നെ അനൂപ് സത്യൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട ഈ വരികൾ നമ്മുടെ ഹൃദയത്തെ കൊളുത്തി വലിക്കും. ശ്രീനി പോയി, ഇത് മാത്രം പറഞ്ഞൊരു സെക്കൻഡ് കഴിഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. ഈയിടെ പെട്ടെന്നെങ്ങാനും ശ്രീനിയങ്കൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുമ്പോൾ അച്ഛൻ്റെ കോൾ വരാറുണ്ട്, ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞ്. ഞാൻ പോകും, വിമലാൻ്റിയെ കാണും, ആൻറ്റി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എൻ്റെ അങ്കിളിനെ അടുത്ത് കൊണ്ടുപോകും. ഞാൻ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുള്ള അവരുടെ പഴയ കഥകൾ എന്തെങ്കിലും പറഞ്ഞിരിക്കും. തിരിച്ചു പോകുന്ന വഴി അച്ഛനെ വിളിച്ച് അന്നത്തെ കാര്യം പറയും. ക്ഷീണമുണ്ട്, പക്ഷേ അങ്കിൾ ഓക്കെയാണ്. വിമലാൻ്റി എൻ്റെ കല്യാണക്കാര്യം എടുത്തിട്ടപ്പോൾ കറക്റ്റ് ടൈമിൽ ബ്ലഡ് എടുക്കാൻ വന്ന നേഴ്സിനെ പിടിച്ചു നിർത്തി എനിക്ക് കല്യാണം ആലോചിച്ചു. നേഴ്സിനും എനിക്ക് നാണം വന്നു. അച്ഛൻ ചിരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മറ്റൊരു സംഭവം പറയും. ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രീനി അങ്കിളിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളത്. അച്ഛൻ്റെ കൂടെ ഉദയംപേരൂരുള്ള വീട്ടിൽ വെച്ചും പിന്നെ ഹോസ്പിറ്റലിലാകുന്ന സമയങ്ങളിലും. ആരോഗ്യം മോശമായ കാലമാണ്, സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില കാര്യങ്ങളും കഥകളും അങ്കിൾ ഓർത്തെടുത്ത് പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ സ്ട്രോക്കിനും ഹാർട്ട് ഇഷ്യൂസിനും പിടികൊടുക്കാത്ത ഒരു ശ്രീനിവാസൻ ഇപ്പോഴും മുന്നിലിരിക്കുന്നയാളിലുണ്ടെന്ന്. 2 ആഴ്ച മുൻപാണ് ഞാൻ അവസാനമായി അങ്കിളിനെ കണ്ടത്. ഒന്ന് വീണപ്പോൾ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ടായി അഡ്മിറ്റായതാണ്. സ്നേഹം ഒരു ഡിസ്റ്റൻസിൽ കാണിക്കുന്നയാളാണ്. പക്ഷേ അന്ന് ഞാൻ അടുത്തിരുന്നപ്പോൾ എൻ്റെ കൈ പിടിച്ചിരുന്നാണ് സംസാരിച്ചത്. ജീവിതത്തിൽ അനുഭവിച്ചതിൽ ഏറ്റവും കൂടുതൽ വേദനയാണ് കഴിഞ്ഞ 3 മണിക്കൂറിൽ ഞാൻ അനുഭവിച്ചതെന്ന് പറഞ്ഞു. അതിനുണ്ടാവില്ലല്ലോ എന്ന് സ്വയം പറഞ്ഞ് ഞാനിപ്പോൾ സമാധാനിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീനി അങ്കിളാണ്. എൻ്റെ ആദ്യ സിനിമ ഞാൻ എഴുതിയത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ബുക്ക് അപ്പുറത്ത് തുറന്നു വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ അറിയുന്നത് അച്ഛനിൽ നിന്നും കേട്ട സിനിമയ്ക്കപ്പുറമുള്ള ഒരു ശ്രീനിവാസനെയാണ്. ലൈഫിലെ ഏതൊരു മൊമെൻറ്റിനും ഒരച്ഛൻ ശ്രീനി അങ്കിൾ കഥയുണ്ട്. അത് ഓർത്തെടുത്ത് പറയാൻ അച്ഛനൊരു സെക്കൻഡ് മതി. ഇന്ന് രാവിലെ വിളിച്ച കോളിലൊഴികെ ശ്രീനി പോയി, അതിൻ്റെ കൂടെ പറയാൻ വേറൊന്നുമില്ല. ശ്രീനിവാസനും സത്യനന്ദിക്കാടും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരുടെ സ്നേഹബന്ധം അവർ മക്കൾക്കും പകർന്നു കൊടുത്തു.
മക്കളിലൂടെ ആ സ്നേഹബന്ധം ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയായി അവർക്കിടയിലുണ്ട്. ഇതുപോലെ കേരളത്തിലെ എത്ര മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ട്? മാതാപിതാക്കൾക്കിടയിലുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ പുഴ അണമുറിയാതെ മക്കളിലേക്ക് പകർന്നൊഴുക്കി വിടാൻ എത്ര മാതാപിതാക്കൾക്ക് ശക്തിയുണ്ട്? സത്യൻ അന്തിക്കാട് എന്ന വ്യക്തിയെപ്പോലൊരു സുഹൃത്തുണ്ടെങ്കിൽ മറ്റൊന്നും ജീവിതത്തിലില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ ശ്രീനിവാസൻ. ശ്രീനിവാസൻ എന്ന പേര് കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഉരുവിട്ടിട്ടുള്ളത് സത്യൻ അന്തിക്കാട് തന്നെയാവും. തൻ്റെ ഏത് പ്രസംഗത്തിൽ ശ്രീനിയുടെ പേര് ചേർക്കാതിരുന്നിട്ടുണ്ട് അദ്ദേഹം. അത്രയധികം ഇഴയെടുപ്പമുണ്ട് അവരുടെ ബന്ധത്തിന്. ഈ ബന്ധം തന്നെയല്ലേ ലോകത്തിൽ അമൂല്യ നിക്ഷേപമായി അവശേഷിപ്പിച്ച് ശ്രീനിവാസൻ കടന്നു പോകുന്നത്. പണവും പ്രതാപവും സ്വാധീനവും ഒക്കെയുള്ള എത്ര ആളുകൾക്ക് ഇത്തരം സൗഹൃദങ്ങൾ ബാക്കി വയ്ക്കാൻ കഴിയും? അത്തരം സൗഹൃദങ്ങളിലേക്ക് മനസ്സിനെ വളർത്തണമെങ്കിൽ അതിൽ വലിയ വിശാലത വേണം, വലിയ ഒരു ഹൃദയം വേണം. മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്നതിനൊപ്പം സുഹൃത്തുക്കളെ കൂടി ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ മനസ്സ്, അതാണ് നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.